നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫെയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ അഭിപ്രായം പറയുന്ന ഒരു പ്രോഗ്രാമാണിത്. വാഹനത്തെപ്പറ്റി മാത്രമല്ല, വാഹനത്തിൻ്റെ നിങ്ങൾ വാങ്ങിച്ചപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ സർവീസിൻ്റെ എക്സ്പീരിയൻസ്, അങ്ങനെ എന്ത് കാര്യങ്ങളും തുറന്ന് പറയാനുള്ളൊരു വേദിയാണ് റാപ്പിഡ് ഫെയർ. എന്ത് കാര്യങ്ങളും പറയാം. വാഹനത്തിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും, സർവീസിൻ്റെ ദോഷങ്ങൾ ഗുണങ്ങൾ, അങ്ങനെ എന്ത് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സാമാന്യ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് റാപ്പിഡ് ഫെയർ അവതരിപ്പിക്കുന്നത് ടൂർമാക്സ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അതായത് ഇതൊരു ടൂർ കമ്പനിയാണ്. അടുത്ത കാലത്ത് പുതുതായി വന്ന കമ്പനിയാണെങ്കിൽ പോലും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഈ ഒരു രംഗത്ത് പ്രവൃത്തി പരിചയമുള്ളവരാണ് ഈ ഒരു കമ്പനിയുടെ പിന്നിലുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ടും തുടക്കത്തിൽ ടൂർമാക്സ് നമുക്ക് ഓഫർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 5 ഡെസ്റ്റിനേഷനിലേക്ക് 55,555 രൂപയ്ക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് 4 രാത്രിയും 5 പകലും ഉൾപ്പെടുന്ന ഒരു പാക്കേജാണ്. അതിൽ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തായ്ലൻഡുണ്ട്, മലേഷ്യയുണ്ട്, ശ്രീലങ്കയുണ്ട്, ആൻഡമാനുണ്ട്, കാശ്മീരുണ്ട്. ഈ 5 സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ 55,555 രൂപയ്ക്കാണ് നിങ്ങൾക്ക് പാക്കേജ് കിട്ടുന്നത്. എന്ന് തന്നെയുമല്ല, ആദ്യമൊക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് മറ്റൊരു സമ്മാനം കൂടിയുണ്ട്. അത് 3000 രൂപ വില വരുന്ന ഒരു ട്രോളി ബാഗ് സൗജന്യമായി കിട്ടുന്നു എന്നുള്ള കാര്യമാണ്. ചുരുക്കത്തിൽ നിങ്ങൾ മുടക്കുന്നത് 52,000 രൂപയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ തായ്ലൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ക്രൂയിസിലെ ബാങ്കറ്റ് ഡിന്നർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോട്ടയത്തുമാണ് ടൂർമാക്സിന് ഓഫീസുകളുള്ളത്. കൂടാതെ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു വെച്ചാൽ കൃത്യമായിട്ടും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഈ പറഞ്ഞ 5 ഡെസ്റ്റിനേഷൻ കൂടാതെ നിരവധി ഡെസ്റ്റിനേഷനുകൾ ടൂർമാക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടേക്കാണ് പോകാൻ പറ്റുന്ന അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയാകും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ബൈജു നായർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകർക്കായിട്ട് ഒരു സൗജന്യ സമ്മാനം, വേറൊരു സൗജന്യ സമ്മാനം കൂടി ടൂർമാക്സ് നൽകുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരാൾക്ക്, ഈ പ്രേക്ഷകരിൽ ഒരാൾക്ക് തായ്ലൻഡിലേക്ക് സൗജന്യമായി യാത്ര ചെയ്ത് തിരിച്ചു വരാനുള്ള പാക്കേജാണ് തരുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. തായ്ലൻഡ് എന്നൊരു വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കാൻ അർഹനാകുന്നു. പിന്നെ അങ്ങനെ അയക്കുന്നവരിൽ നിന്ന് നറുക്കിട്ട് ഒരാൾക്കാണ് ഇങ്ങനെ ഒരു പാക്കേജ് തരുന്നത്, അതായത് സൗജന്യമായിട്ട് തായ്ലൻഡിലേക്കുള്ള യാത്ര. പിന്നെ 55,555 രൂപയുടെ ഈ ഓഫർ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15 വരെയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വിളിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതുകൂടാതെ മറ്റൊരു പരിപാടി ഓടിക്കൊണ്ടിരിക്കുന്ന അറിയാലോ, അത് കമൻറ്റ് ഓഫ് ദ വീക്കാണ്. അതായത് നമ്മളുടെ പ്രോഗ്രാമുകൾ കണ്ടിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ ഒരാളെ തിരഞ്ഞെടുത്ത് അയാൾക്ക് 2,000 രൂപയുടെ ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്ന പരിപാടിയാണിത്. അത് നമ്മളോടൊപ്പം ചേർന്ന് അത് അവതരിപ്പിക്കുന്ന റോഷോ ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. അപ്പോൾ റോഷോ നമുക്ക് നൽകുന്ന 2,000 രൂപയുടെ ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ വീഡിയോകളും കാണുക, താഴെ നല്ല കമൻറ്റുകൾ ചെയ്യുക. നല്ലതോ മോശമൊക്കെ ആകും കേട്ടോ. അതിന് തിരഞ്ഞെടുത്തൊരു കമൻറ്റിനാണ് നമ്മൾ ആഴ്ചയിലൊരിക്കൽ സമ്മാനം നൽകുന്നത്. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയറിലേക്ക് പ്രവേശിക്കാം. ഇത് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ഹെക്ടർ പ്ലസ്, MG ഹെക്ടർ പ്ലസിൻ്റെ ഓണറിനെയാണ്. നമസ്കാരം. ഹലോ, ഹായ്. പേര്? സജീവ്. എന്ത് സജീവ്? ഞാൻ ഇവിടെ ഒരു ആക്ട് ലാബ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ആക്ടിങ് സ്കൂള് അത് നടത്തുവാണ്. ശരി, ആക്ട് ലാബ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് വന്നിട്ട് 12 വർഷമായി. 12 വർഷമായി ഇവിടെ തുടങ്ങി. തൃശ്ശൂരായിരുന്നു ആദ്യം, അവിടെ നിന്ന് പിന്നെ മാറി. സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആളാണോ? ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു, അവിടെ ഫാക്കൽറ്റി ആയിരുന്നു. അത് ശരി. അപ്പോൾ ഗംഭീര രക്ഷയോടെ രാവിലെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, അഭിനയം പഠിപ്പിക്കാൻ പറ്റുമോ? വലിയ ചോദ്യമാണ്, പെട്ടെന്ന് ഒരു വാക്കിൽ ഉത്തരം പറയേണ്ടതല്ല. അതൊക്കെയാണ് ഞാനും എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യം. പഠിക്കേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരാണ്, പഠിക്കേണ്ടതില്ല. ഇല്ല. പക്ഷേ പിന്നെ എന്തിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്? അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരേണ്ടതുള്ളത്. കാരണം അത് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്. അഭിനയിക്കാനുള്ള ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരുപാട് പരിഭ്രമം ഉണ്ടാവുക, ഒരുപാട് ഇൻഹിബിഷൻസ്, ഈ സാധനങ്ങളൊക്കെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെയാണ് നമ്മളൊരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ടാകുന്നത്. അപ്പോൾ അഭിനയം എന്ന് പറയുന്ന സംഭവം തീരെ ഇല്ലാത്തൊരാൾക്ക് അവിടെ വന്നാൽ അഭിനയിക്കാൻ പറ്റും. അതായത് അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയല്ലോ, ബോൺ ആക്ടർ എന്നൊക്കെ പറയുന്ന പോലെ. അത് അങ്ങനെ അഭിനയം എന്ന് പറയുന്നത് ഇല്ലാത്തൊരാളില്ല. ഇതൊരു എപ്പിസോഡുള്ള വകുപ്പാട്ടോ. ശരി, എല്ലാവരിലും ഒരു അഭിനേതാവ് ഉണ്ട് ജീവിതത്തിൽ. അഭിനയിക്കാനാണല്ലോ നമ്മളൊക്കെ ശരി. അപ്പം ജീവിതത്തിൽ അഭിനയത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, യഥാർത്ഥത്തിലുള്ള ഒരു അഭിനയം എന്നുള്ള ആർട്ട് ഇല്ലാത്തവരും ആരുമില്ല. അപ്പം നമ്മളവിടെ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ അത്യാവശ്യം സിനിമയിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടോ? ഉണ്ട്, ഒരുപാട് പേര് ആണല്ലേ? ശരി, ഒരുപാട്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ അറിയാലോ, സിനിമ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ആക്ട് ലാബ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഒന്ന് ഓർത്ത് വെച്ചു. അതിൻ്റെ ആളാണ് ഈ നിൽക്കുന്നത്. ആ പൂനെന്ന് വിട്ടിട്ട് എത്രയല്ലേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്? ഞാനിപ്പോൾ ഒരു 15 വർഷമായി പൂനെന്ന് തിരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ പ്ലസ് എടുത്തത്?
എത്ര അംഗങ്ങളുണ്ടോ വീട്ടിൽ? വീട്ടിൽ അധികം അംഗങ്ങളില്ല, ഞാനും വൈഫും കുഞ്ഞും മാത്രമേ ഉള്ളൂ. പ്ലസ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനിച്ചെടുത്തതല്ല. ഇങ്ങനെ പ്ലസ് എടുക്കണം എന്നുള്ള തീരുമാനത്തിലൊന്നും എടുത്തതല്ല. നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന വണ്ടി മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ പുതിയത് ഏത് എടുക്കണം എന്നുള്ള ഒരു ചിന്ത വന്നു. അപ്പോൾ അതിനുവേണ്ടി അന്വേഷിച്ചു, കുറേ അന്വേഷിച്ചു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ചാനൽ പോലെയൊക്കെയുള്ള ചാനലുകളൊക്കെ അതിന് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് ആലോചിച്ച് വന്നു. വളരെ അവിചാരിതമായിട്ടാണ് MGയുടെ ഷോറൂമിൽ എത്തുന്നതും പിന്നെ ഇത് കണ്ട് ഇതിൻ്റെ ഇന്റീരിയർ കണ്ടോടുകൂടി പിന്നെ വേറെ തീരുമാനിച്ചു, വീണുപോയി. അല്ല, അപ്പോഴും ഹെക്ടർ പോരായിരുന്നു പ്ലസ്സിലേക്ക് എത്താനുള്ള കാരണം? പ്ലസ് 7 സീറ്റർ ആണല്ലോ ബേസിക്കലി, അതാണല്ലോ വ്യത്യാസം. അതെ അതെ, 7 സീറ്ററിലേക്ക് മാറണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. 5 സീറ്റർ ആദ്യം ടെറാനോ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി ഒരു 7 സീറ്ററിലേക്ക് മാറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ടെറാനോയാണ് ഉപയോഗിച്ചതിന് മുമ്പ്. അതെ അതെ അതെ. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം MG എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ചൈന എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതൊരു പ്രശ്നമായില്ല? ഒട്ടും ആയില്ല. കാരണം അത് നമ്മൾ ഇത്രയും കാലം ഈ ഒരു ബ്രാൻഡ് നമുക്ക് വളരെ വിശ്വസനീയമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊരു സംശയം വേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് ഏത് വേരിയന്റ്? പെട്രോൾ, ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ. അത് മാനുവൽ തന്നെ വേണമെന്ന് ആഗ്രഹിച്ചെടുത്ത് തന്നെ. കാരണം ഞാൻ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ആളാണ്, അങ്ങനെ അത്യാവശ്യം യാത്രകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും മാനുവൽ ആണ് താല്പര്യം. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ, പെട്രോളിൻ്റെ കാര്യത്തിൽ മൈലേജ് കുറവാണെന്നൊരു കിംവദന്തി ഉണ്ടല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വല്ലാതെ മൈലേജ് അത്ര നമുക്കിപ്പോൾ ടെറാനൊക്കെ ഓടിച്ചിരുന്ന പോലെ അതും ഡീസലായിരുന്നു, അതുപോലെയുള്ളതില്ല. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. ഓട്ടം ഉണ്ടോ കാര്യമായിട്ട്? ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒരു മേടിച്ചിട്ടൊരു 6 മാസം ആവാൻ പോകുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ എൻ്റെ ക്ലാസ്സുകളുടെ തിരക്കിലും കണ്ടിന്യൂസ് ക്ലാസ്സസ് ആണ്. അപ്പോൾ ഒരു വലിയ യാത്രയ്ക്ക് വാഗമൺ വരെ പോയി വന്നു. വലിയൊരു അത്യാവശ്യം ഒരു ദൂരം എന്ന് പറയാനേ ഉള്ളൂ. പിന്നെ കേരളത്തിൽ ഒരു കണ്ണൂർ മുതൽ മറ്റേ കന്യാകുമാരി വരെ ഒരു യാത്രയും കൂടി നടത്തി. അപ്പോൾ അത്രയും ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? എന്തായിരിക്കും ഏറ്റവും എൻ്റെ ഇപ്പോൾ ഇത് കണ്ടതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മോൻ 6 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അവന് ഈ സൺറൂഫ് അത്യാവശ്യമായിരുന്നു, അവനത് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അത് സൺറൂഫുള്ളൊരു കാറ് നോക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അത് നോക്കി നടന്നപ്പോഴാണ് MGയുടെ ഈ ഹെക്ടർ കാണുന്നത്. ഇതിൻ്റെ സൺറൂഫ് ഗംഭീരമാണ്, അത്രയും ഓപ്പണായിട്ട് കിട്ടും. അവനെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിയാണ്. പിന്നെ ഇതിൻ്റെ മറ്റേ സിസ്റ്റം എന്ന് പറയുന്നത് മ്യൂസിക് സിസ്റ്റം ആയി കഴിഞ്ഞാലും ഫ്രണ്ടിൽ അതെല്ലാം തന്നെ സ്ക്രീൻ, LED സ്ക്രീൻ, അത് ഗംഭീരമാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം. എന്താണ് എന്തെങ്കിലും കുറവ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചില്ല, ഞാൻ ഹാപ്പിയാണ്. ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ശബ്ദമുണ്ട്, ഒരു ശബ്ദം റിവേഴ്സിൽ മാത്രം. അത് ഞാൻ സർവീസ് സെൻറ്ററിൽ അവിടെ പോയി പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എല്ലാ ഹെക്ടർ പ്ലസിനും ഉള്ള ഒരു പ്രശ്നമാണത് എന്നാണ് പറഞ്ഞത്. അത് കറക്റ്റ് ചെയ്യാം, ഒരു 2 മാസത്തിനുള്ളിൽ അത് കറക്റ്റ് ചെയ്യാം, അവർ കമ്പനി തന്നെ അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. അപ്പോൾ ഇത് നോക്കിയ സമയത്ത് വേറെ ഏതെങ്കിലുമൊക്കെ ഇതേ സെഗ്മെൻറ്റിലെ വണ്ടികൾ നോക്കിയിരുന്നോ? നോക്കിയിരുന്നു. മറ്റേ 700 നോക്കിയിരുന്നു. 700 ഞങ്ങൾ ഏകദേശം ബുക്ക് ചെയ്തതാണ് അത് ആദ്യം. അത് അവിചാരിതമായിട്ട് ഇതിൽ വന്ന് കേട്ടതാണ്. പക്ഷെ അതിൻ്റെ എൻ്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം റെഡ് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ റെഡ് കിട്ടണം, XUV 700 റെഡ് ബുക്ക് ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് അവർ പറഞ്ഞത് അങ്ങനെ റെഡ് ബുക്കിംഗ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ഇപ്പോൾ ഒരു വലിയ എമൗണ്ട് കൊടുത്താലേ റെഡ് ബുക്കിംഗ് തരുള്ളൂ പറഞ്ഞു. പിന്നെ നമുക്കത് അങ്ങനെ എത്രയോ കാലം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു, സമയം എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ വേണ്ടാന്ന് വെച്ച് പിന്നെ അടുത്തൊരു അന്വേഷണത്തിൽ പോയി. സോറി. അപ്പോൾ ഈ ഇലക്ട്രിക് നോക്കിയിരുന്നില്ല? ഇലക്ട്രിക് ഒന്നും നോക്കിയില്ല? ഇലക്ട്രിക്കൽ നോക്കിയില്ല. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിയ സമയമായെന്ന് കരുതുന്നുണ്ടോ? കുറച്ചും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? എന്താകാനാണ് വെയിറ്റ് ചെയ്യുന്നത്? അങ്ങനെ എന്താ പറയുക, ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഒരു സാധനം. അപ്പോൾ അതിനെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നും ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് പല ആളുകളും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ചുള്ള ചില നെഗറ്റീവ്സ് പറഞ്ഞു, ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് നമുക്കറിയാം. അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഒരു
നെക്സ്റ്റ് മാറ്റത്തിൽ ഇലക്ട്രിക് ആയിരിക്കും. അത് MG-യുടെ തന്നെയാണല്ലോ, ഇഷ്ടംപോലെ ഇലക്ട്രിക് വരുന്നുണ്ട്, വേണമെങ്കിൽ ബ്രാൻഡിൽ തന്നെ നിൽക്കാനും പറ്റും. അപ്പോൾ 100% സംതൃപ്തനാണോ ഈ വണ്ടിയുടെ കാര്യത്തിൽ എടുത്തതിൽ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റിവേഴ്സ് ശബ്ദം അത് ഭയങ്കര അനോയിങ് ആയിട്ടുള്ള ശബ്ദമാണ്, വളരെ അനോയിങ് ആയിട്ടുള്ള ശബ്ദം. എന്താണ് അത് ഞാൻ കാണിച്ചു തരാം വേണമെന്ന് വെച്ചാൽ എടുത്തിട്ട് ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ അത് മാത്രമേ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നു. ടാറ്റയുടെ വണ്ടികളുടെ കാര്യത്തിൽ പലപ്പോഴും ഇന്നലെ കൂടെ എൻ്റെ ഒരാൾ, ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഒരാൾ പറയായിരുന്നു, അപ്പോൾ ഇവിടെ ടാറ്റ ഹാരിയറാൻ പറ്റാൻ എന്തൊരു പ്രശ്നമുണ്ട്, അതുമായിട്ട് സർവീസ് സെൻ്റർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതെല്ലാ വണ്ടിക്കുള്ള പ്രശ്നമാണോ. അതാണ് നമ്മളോടും പറഞ്ഞത്, എല്ലാ വണ്ടിക്കും ഉണ്ട് ഈ പ്രശ്നം എന്ന് പറയും. അങ്ങനെ അത് വേറൊരു കാറ് കൊണ്ടുവന്നിട്ട് അതും കാണിച്ചു വന്നു, റിവേഴ്സ് ഇട്ടു, ഇതേ ശബ്ദമുണ്ട്. അത് സാധാരണ നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോഴേ നമ്മൾ അയൽവക്കത്തൂടെ കറണ്ട് പോയി നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞ പോലെ. അതെ എല്ലാ വണ്ടിക്കും കുഴപ്പമില്ല. ഇല്ല, നമുക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, നമുക്ക് കുഴപ്പമില്ലാക്കില്ല, അത് പ്രശ്നമാണ്. അതെന്താണെന്നുള്ള കാര്യം ഞാനും ഒന്ന് അന്വേഷിക്കണം. എന്തായാലും അതൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞ് വിടുകയല്ലോ കസ്റ്റമറുടെ കാര്യം ചെയ്യേണ്ടത്. അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാന്നുള്ള കാര്യം നോക്കുകയാണ് എല്ലാ സർവീസ് സെൻ്ററും ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കസ്റ്റമറെ നമ്മൾ കണ്ടത് MG-യുടെ കാര്യത്തിൽ. ഞാൻ പക്ഷേ കേട്ടിരിക്കുന്നത് MG-യുടെ ഈ ഹെക്ടറിൻ്റെ കാര്യത്തിൽ പെട്രോൾ മൈലേജ് കുറവെന്നാണ്. പക്ഷേ അതുപോലും കാര്യമായ രീതിയിൽ ബാധിക്കുന്ന രീതിയിൽ തോന്നിയിട്ടില്ല. അത് ചിലപ്പോൾ ഞാൻ അത്രയ്ക്കും വലിയ രീതിയിൽ അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ടാവാം തൽക്കാലം. ഇനി വലിയ ഉപയോഗങ്ങൾ വരുമ്പോൾ എനിക്കറിയില്ല. എന്തായാലും എന്നെ ഇപ്പോൾ ഇതുവരെയും അങ്ങനെ ബാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഈ പറഞ്ഞ പോലെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിങ്ങിൻ്റെ ഫാക്കൽറ്റി ആയിരുന്ന ആളാണ്. അങ്ങനെയുള്ളവരെ ഞാൻ അധികം പരിചയപ്പെട്ടില്ല. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. എന്തായാലും ആക്ട് ലാബിന് എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും സന്തോഷം. താങ്ക് യു സർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 17 വർഷം പഴക്കമുള്ള ടൊയോട്ട ഇന്നോവയാണ്. അന്ന് പുതുതായിട്ട് എടുത്തതാണ്. അത് 2007 പുതുതായിട്ട് എടുത്തു അല്ലേ? 17 വർഷമായി. കുറേ ഏഴുകളും ഉണ്ട്. ഈ 17 ബന്ധപ്പെട്ട് കുറേ ഏഴുകളും ആണല്ലേ? എല്ലാ നമ്പറും അതാണ്. ഓക്കെ, നമസ്കാരം. പേര്? അന്തു. എന്ത് ചെയ്യുന്നത്? എവിടെ ബിസിനസ്സാണ്. എവിടെ? ബ്രോഡ്വേയിൽ AKP മെറ്റൽസ്. AKP മെറ്റൽസ് നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു മണിച്ചിത്രത്താഴോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണം, നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് AKP ആയിരിക്കും അല്ലേ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാനൊക്കെ എൻ്റെ കോട്ടയത്തെ വീട് വെച്ചപ്പോൾ പോലും AKPയിൽ നിന്നാണ് മണിച്ചിത്രത്താഴ് വാങ്ങിച്ചത്. അപ്പം എത്ര വർഷമായി തുടങ്ങിയിട്ട് AKP മെറ്റൽസ്? അത് സിൻസ് 1896 ആണ്. 1896. അത് ശരി. അത് ഇരിഞ്ഞാലക്കുടയാണ് ആദ്യം തുടങ്ങിയത്. ഇവിടെ എറണാകുളത്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 60-65 ഇയേഴ്സ്. അത്രയായി. ശരി. അപ്പോൾ അതിനുശേഷം ഡൈവേഴ്സിഫൈ ചെയ്തോ അതോ അത് തന്നെയാണോ മെയിൻ ബിസിനസ് ആയിട്ട് പോകുന്നത്? നമുക്ക് അത് തന്നെയാണ്. പിന്നെ ഗ്രാൻഡ് ഫാദറിന് ശരിക്കും മൂവി പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു. ആണോ? ഏതായിരുന്നു എൻ്റെ പേര്? സാഗ ഫിലിംസ്. സാഗ അപ്പച്ചൻ. അതെ, അയാളുടെ പാർട്ട്ണറാണ്. ശരി. ഓക്കെ. ഒരു 5-8 പടം ചെയ്തിട്ടുണ്ട്. മറ്റേ ഇതൊക്കെ ലാസ്റ്റ് വൺ പഞ്ചാബി ഹൗസ്. ശരി. യോധയുണ്ട്. ദശരഥ. പോരെ 7 പടം മതിയല്ലോ ഇതിനധികം. വലിയ പൊളിയാണ്ട് നിർത്തിപ്പോയ കമ്പനിയാണ് എല്ലാവരും പറയും. പുതിയ കാലത്തേക്ക് വന്നപ്പോഴത്തേക്ക് എടുത്തില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞങ്ങൾക്കൊന്നും ഇറങ്ങാതെ നമ്മളിൽ നിർത്തിയ ആള് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ പരിപാടി ഉണ്ടോ സിനിമ? ഇല്ല. എല്ലാം പടം ഫസ്റ്റ് ഡേ കാണുന്നു. അതേ ഉള്ളൂ. എന്തായാലും ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ആരെടുത്തതാണ് ഇത്? ഈ 2017 വർഷം മുമ്പ് അന്തും എടുത്തതാ? അല്ല, ഫാദർ എടുത്തു. അപ്പോൾ എന്താണ് ഇത്രയും വർഷം എടുത്ത് വിൽക്കാത്തത്? കാരണം ഇപ്പോഴും നമുക്ക് എന്താ പറയുക, ഒരു ഇതിപ്പോൾ ഒരു 10 ലക്ഷത്തി സംതിങ് അതിൻ്റെ ആ ബില്ലുണ്ട് ഇപ്പോഴും ആ വണ്ടിയിൽ ഇരിക്കുന്നത്. വില 10 ലക്ഷം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മൾ കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും പുതിയത് എടുക്കണമെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 25-30 ആയി. ആ സെയിം കംഫർട്ട് ഇതിന് ഇപ്പോഴും ഉണ്ട്. ഓടിക്കാനും നല്ല സുഖമാണ്. കുറച്ച് ഇപ്പോൾ ഒരു 3 lakhs കിലോമീറ്റർ ആയി. 2,95,000 ആയി. ഒരു 10,000 ഒക്കെ മുമ്പ് നമ്മൾ സർവീസിന് കൊടുത്തപ്പോൾ ഇങ്ങനെ കുറച്ചൊരു പവർ കുറയുന്നു. അത് നമ്മൾ പുതിയ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇതാണ്. ഒരു കേരിന് ഫിൽറ്റർ ഒന്ന് മാറ്റി വെച്ചപ്പോൾ കുറേ കൂടി സ്മൂത്തറായി. ഈ 3 ലക്ഷം കിലോമീറ്റർ ഓടുന്നതിനിടയ്ക്ക് എന്തെങ്കിലും മേജർ പണിയൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇതുവരെ റോഡിൽ ഇതുവരെ നിന്നിട്ടില്ല. നമ്മളെല്ലാം 10,000-ലും എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് 1 lakh ഒക്കെ നമ്മളെല്ലാം 5,000-ലാണ് ഓയിൽ സർവീസ് ചെയ്തിരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം 10-ൽ ചെയ്തില്ലെങ്കിലും ഇത് വണ്ടി നിൽക്കൊന്നുമില്ല. വേണമെങ്കിൽ ഒരു പുക വരുമായിരിക്കും. അപ്പോൾ എല്ലാം 10-ൽ നമ്മൾ നിപ്പോളിൽ തന്നെ കൊടുക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നൊരു 1-2 പ്രാവശ്യം മാത്രമാണ് പുറത്ത് കൊടുത്ത് ഓയിൽ സർവീസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് നമ്മൾ ആ കഴിഞ്ഞ് എടുക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഭയങ്കര, നമ്മൾ നിപ്പോണിൽ നിന്ന് ടയോട്ടയിൽ കൊടുത്തെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു സ്മൂത്ത് ആവും. പക്ഷെ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുണ്ടല്ല. അടുത്ത് എൻ്റെ ഈ റാവ്യൂമർ ഒന്ന് തട്ടിയിട്ട് അത് മാറ്റി. എനിക്ക് തോന്നുന്നൊരു 10 years അല്ല, 10 അല്ല, ഒരു 8 years മുമ്പ് ഇതിങ്ങനെ തട്ടിയിട്ട് മാറ്റിയപ്പോൾ ഒരു അറൗണ്ട് 3,500-4,000 ഒക്കെ ഒറിജിനൽ ആയിട്ടുള്ളൂ. ഇപ്പൊ ഒറിജിനൽ ഒരു 10,500 ആയി. പക്ഷെ പുറത്ത് കിട്ടാനുണ്ട് എല്ലാം.
പിന്നെ വേറെ കാര്യം ഇത് അന്നോ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചെങ്കിൽ ഇന്ന് വിറ്റ് അതിൽ കൂടുതൽ കിട്ടും. ഇന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കൊന്ന് ഒരു 2012-13 ആ സമയത്തൊക്കെ നമ്മൾ സർവീസിന് കൊണ്ടുപോകുമ്പോൾ അവിടെ വേറെ ഈ ടാക്സി ഡ്രൈവേഴ്സൊക്കെ സർവീസിന് വരുമല്ലോ. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഒരു 10-10 കൊടുക്കാനുണ്ടത്. ഇപ്പം എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ മുമ്പ് ഞങ്ങൾക്കൊരു കോൾസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് 6 lakhs ഓടിയതാണ്. ഒരു കുഴപ്പമില്ല എപ്പോഴും. ചെറിയ റാറ്റ്ലിംഗ് സൗണ്ട്സ് ഉണ്ടെന്ന് മാത്രം. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത ഈ ടൊയോട്ട വണ്ടികൾ. പിന്നെ വേറെ ചില ഫീച്ചേഴ്സൊക്കെ കുറവായിരിക്കും ആ കാലത്തൊക്കെ നോക്കുമ്പോഴത്തേക്കും. പക്ഷേ അതർവൈസ് എത്ര വർഷം വേണമെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കൊറോള ദുബൈയിലുണ്ട്. 10 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ് അടുത്ത കാലത്താണ് വിറ്റത്. അത് ഓയിൽ ചേഞ്ചും ടയർ ചേഞ്ചും അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. 10 ലക്ഷം കിലോമീറ്റർ അമ്മാതിരി ഓട്ടമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഏതൊക്കെ വണ്ടി ഉപയോഗിക്കുന്നത് വീട്ടിൽ? ഞങ്ങൾക്ക് പിന്നെ പസാറ്റ് ഉണ്ട്. അത് പെട്രോൾ 1.9 ആണ്. CSI അതിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നൊരു 11-12 years ആയി. വലിയ കുഴപ്പങ്ങളില്ല, അത്ര ഓട്ടം ഉള്ളൂ. പിന്നെ സിയാസ് ഉണ്ട്. അതെനിക്ക് വൈഫിൻ്റെ അവിടുത്തെയാണ്. എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ടെറാനോ ആയിരുന്നു 110. അത് ഞാൻ ഒരു 2020 ഒരു 4 years ഒക്കെ ആയപ്പോൾ വെറുതെ OLX-ലിട്ടൊന്ന് റേറ്റ് അറിയാമെന്ന് വെച്ചാണ്. അപ്പം തന്നെ ഒരാൾ, എൻ്റെ ഒരു അറിയുന്ന ഒരാൾ, ദുബായിലുള്ള ആൾ വന്നിട്ട് ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞിട്ട് അത് അലോയും കുറച്ച് മോഡിഫൈ ആയിരുന്നു. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. അത് സത്യം പറഞ്ഞാൽ ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു റഫ് കൈൻഡ് ഓഫ് വണ്ടി ഇപ്പോൾ പുതിയതൊന്നും ഇല്ല. ഇപ്പം എല്ലാം ഒരു സോഫ്റ്റ്. ഇപ്പോൾ 2-3 വണ്ടി ഞാൻ അത് കഴിഞ്ഞ് അഡ്വാൻസ് ചെയ്തു. എല്ലാം ഞാൻ തിരിച്ചു മേടിച്ചു. എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് അങ്ങനെ ഒരു ഹെവി അല്ല, ഒരു റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന SUV-കളില്ല. ഇപ്പോൾ ക്രെറ്റ ആയാലും സെൽട്ടോസ് ഒക്കെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ ഭയങ്കര ഒരു ശ്രദ്ധിച്ചൊക്കെ ഉപയോഗിക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എങ്കിൽ പോലും ഇത്ര ഇപ്പോൾ ഉപയോഗിക്കുന്ന പറയുമ്പോഴത്തേക്ക് എല്ലാം ഗംഭീര വണ്ടികളാണ്, കുറച്ച് പഴയ വണ്ടികളാണ്. അപ്പോൾ പുതിയ വണ്ടികൾ ഉപയോഗിച്ച് തുടങ്ങണ്ടേ ഇനിയിപ്പോൾ? പുതിയത് അല്ലേ, ഇത്രയും ഫീച്ചേഴ്സും ഈ പറഞ്ഞ ഇൻഫർടൈൻമെൻറ്റും ഒക്കെ ഗംഭീരമായ സത്യം പറഞ്ഞാൽ അതാ പറഞ്ഞത്. ഇപ്പോൾ പുതിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്കിപ്പോൾ EVസിനോട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ EV എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തായാലും ബാക്കിയുള്ള ഡീസലും നല്ല എൻജിൻസ് ഫുൾ തീരണ വരെ എനിക്ക് എന്തായാലും EVനോട് താല്പര്യമില്ല. അത് ഫുൾ തീർന്നിട്ട് എടുക്കണം. ഫുൾ തീരുമൊന്നുമില്ല. നിങ്ങളെപ്പോലുള്ള കുറേ പേരുള്ളിടത്തോളം കാലം സത്യം പറഞ്ഞാൽ നല്ല ടോക്കൊക്കെ ഉള്ള നല്ല ഡീസൽ കാർസ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ സംസാരിച്ച ഒരാൾ പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ എടുക്കൂല, എനിക്കിതിൻ്റെ സൗണ്ടൊക്കെ വേണം എന്നുള്ള പുള്ളി പറഞ്ഞു. അല്ല, EV ഇപ്പോൾ വീട്ടിലിപ്പോൾ സോളാറൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ നമുക്ക് നമ്മളുടെ ആ ഒരു ഓട്ടത്തിന് എനിക്കറിയില്ല. ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി റേഞ്ചൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇതാവായിരിക്കും. അതെ. പിന്നെ വേറെ എന്താ വെച്ചാൽ ഈ ഇതിന് ശേഷം ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഓടി, അതിന് ശേഷം ഒരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ ഏതെന്ന് എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? എനിക്കിപ്പോൾ ഒരു എൻ്റെ ഏജ് പറയുന്നില്ല. ഞാൻ എൻ്റെ മോളിനോട് പറഞ്ഞാൽ എൻ്റെ ബിഫോർ 40 ഒരു BMW എടുക്കണം. അപ്പോൾ അവളും അതെ, അപ്പോൾ നമുക്ക് എടുക്കാം. ഞാൻ ഡോക്ടറെ 5.5 അവളിപ്പോൾ BMW ഒക്കെ മനസ്സിലാക്കി തുടങ്ങി. പിന്നെ എൻ്റെ ഫ്രണ്ടിനും ഫ്ലാറ്റിൽ ഞങ്ങളുടെ പാർക്കിങ്ങിന് മുമ്പിലുള്ള ഒരു X5ഉം പിന്നെ ഒരു പോർഷയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പേരറിയും. അപ്പോൾ എന്നിട്ട് അപ്പോൾ ഇതെടുക്കാം. അപ്പം ഞാൻ ഡോക്ടറായിട്ട് കോയിൻ കളക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ മേടിച്ചു തരാമെന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞു. അപ്പം അല്ലെങ്കിൽ എല്ലാ കാലത്തും കൊണ്ട് നടക്കുള്ളൂ മനസ്സിലായി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പം ഫാദർ ഉപയോഗിക്കുന്നത്. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തറവാടി സാധനമാണ്. ഇതും അതെ, നമ്മുടെ കോളേജും അതെ, പസാറ്റും അതെ. പസാറ്റ് അതിൻ്റെതായ ഗുണങ്ങൾ ഫസ്റ്റ് ഷേപ്പാണ്. പക്ഷെ അത് കുറച്ച് മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും പസാറ്റ് ആകുമ്പോൾ. വലിയ കുഴപ്പമില്ല. അതിന്റെ മുമ്പ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് മോണ്ടിയാണ്. അത് ഞങ്ങൾക്ക് ഇത് മെയിൻ്റെനൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. ഫോർഡ് മോണ്ടിയോ ഡീസൽ പേര് കേട്ടിട്ട് തന്നെ വർഷങ്ങളായി അല്ലേ? അതൊക്കെ വാങ്ങിച്ച അപൂർവം ചില ഒരാളാണ്. 2002 അതിന്റെ മെയിൻ്റെനൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പസാറ്റൊന്നും ഒരു പ്രശ്നമല്ല. അതല്ല, ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് ഈ പറഞ്ഞ പോലെയാണ്. ഇത് എന്ന് വിറ്റാലും വാങ്ങിച്ച വില കിട്ടുന്ന ഒരു വണ്ടിയാണ്. എൻ്റെ ഓർമ്മയിൽ ഇത് ഫസ്റ്റ് ഞാൻ ഓടിക്കുമ്പോൾ എനിക്കിത് ഇറങ്ങിയത് 2007 തോന്നുന്നു. ആ സമയത്താണ് 2005 ഞാനിത് ഓടിക്കുമ്പോൾ ഇതിൻ്റെ വില 9,60,000 രൂപ ആയിരുന്നു എക്സ്ട്രോളും. ആ സമയത്ത് ഇത് ഓടിക്കാൻ വേണ്ടി നമ്മൾ മീഡിയ ഡ്രൈവിന് കൊണ്ടുപോയതാണ് എനിക്ക് ഒരിക്കലും മറക്കാത്ത സംഭവം. അത് ജക്കൂർ എയർ സ്ട്രിപ്പിലായിരുന്നു, ബാംഗ്ലൂർ. നമുക്ക് റൺവേയിലാണ് ഓടിക്കാൻ തന്നു. അപ്പോൾ നമ്മളൊക്കെ അന്ന് ഇത് ഓടിച്ച് ഗംഭീരമായിട്ട് ഇത്രയും വലിയൊരു വണ്ടി ഇത്രയും രസകരമായിട്ട് ഓടിക്കാൻ പറ്റുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. അതിനുശേഷം ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ ഓൾ ഇന്ത്യ യാത്ര നടത്തിയതില്ല ആ കാലത്ത്. 2007 ഞാനിത് ഓടിച്ചുകൊണ്ട് ഭൂട്ടാൻ പോയി, നേപ്പാൾ പോയി, ലേ ലഡാക്ക് പോയി, കാശ്മീർ പോയി, ഇന്ത്യ മുഴുവൻ ടവേര ഇതുമായിരുന്നു മാറി മാറി നമ്മൾ ഡീലർഷിപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അന്നേരമൊക്കെ എന്ത് ഗംഭീരമായ ഡ്രൈവാണ്. എനിക്ക് മറ്റൊരു രസകരമായ തമാശയുള്ളത്, നമ്മളിത് ഓടിച്ചുകൊണ്ട് ഭൂട്ടാനിൽ പോയപ്പോൾ ഭൂട്ടാനിൽ അന്ന് ഇന്നോവ ഇല്ല. പക്ഷേ അവിടെ ബാക്കി ലാൻഡ് ക്രൂസർ എല്ലാം ഉണ്ട്, ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനങ്ങൾ. പക്ഷേ ഇതില്ല. അവരുടെയൊക്കെ വിചാരം ഇതിന് ലാൻഡ് ക്രൂസറിനെക്കാളും വിലയാണ്. ഇത് ആൾക്കാരെല്ലായിടത്തും വന്ന് പടം എടുത്തത് മാത്രമല്ല, അന്ന് അവിടെ ഉണ്ടായിരുന്ന ഭൂട്ടാൻ ടൈംസ് എന്ന് പറഞ്ഞ പത്രത്തിൽ ഇതിൻ്റെ പടം നമ്മളെയൊക്കെ വെച്ച് വാർത്തയും വന്നു. ഇന്ത്യയിൽ നിന്നൊരു പുതിയ വണ്ടിയായിട്ട് 2 പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പടമൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറേ അനുഭവമുണ്ട് എനിക്ക് ഇന്നോവയുടെ. അത്രയും ഗംഭീരമായൊരു കാലഘട്ടം വരുന്നത്.
അപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ വണ്ടികളിലേക്ക് എത്തുമ്പോൾ EV വേണ്ട എന്ന് പറയുന്ന ചിലൊരാളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. EVയുടെ കാര്യത്തിൽ എല്ലാവരും പറയുന്നത് ഒന്ന് നിൽക്കട്ടെ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് EVയുടെ ഈ രംഗത്തൊന്ന് കണ്ടിട്ടാകാം എന്നുള്ള ഒരു കാര്യമാണ് അല്ലേ? അല്ല, എന്തായാലും ഒരു 5-6 ഇയേഴ്സിൽ കുറേ കൂടി ഇതാവുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ EVസിനുള്ള റേഞ്ച് വെച്ച് നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ കൂടുതലും റോഡ് ട്രിപ്പ് ചെയ്യുന്ന ബാംഗ്ലൂർ വരെയാണ്. നമ്മളൊരു 4:30 ഒരു 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ലഞ്ചിന് എത്താന്നുള്ളതാണ്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ നെക്സോണായിട്ട് ഞങ്ങൾ പോയി ഒരു 3 ഇയേഴ്സ് മുമ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് ഞങ്ങൾ ഇവിടെ ചെയ്തു, വാളയാർ ചെയ്തു. അവിടെ കുഴപ്പമുണ്ടായില്ല, 1 hour. പക്ഷെ ഇതിൻ്റെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 20% അടിയിലേക്ക് പോകുമ്പോൾ ഈ ചാർജ് കയറാൻ ഭയങ്കര സമയം എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ചാർജ് നമ്മൾ നോക്കിപ്പോയി സേലം എത്തുന്ന ഒരു 20 കിലോമീറ്റേഴ്സ് മുമ്പ് ചാർജ് ചെയ്യാൻ വെച്ചപ്പോൾ ഇത് ചാർജ് അവിടെ എന്തോ വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ പിന്നെ ഫുള്ള് ടെൻഷനായി. തിരിച്ചു വരണോ എന്ന് വെച്ചാൽ തിരിച്ചു വന്നിട്ടുള്ള ചാർജ് നോക്കണോ അല്ലെങ്കിൽ തിരിച്ചു പോകണോ. പിന്നെ രണ്ടും കൽപ്പിച്ച് ഓടിച്ചു. 10% കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് 15 or 20 വരെ പോകുള്ളൂ. പിന്നെ ആ സ്പീഡിൽ പതക്കെ ടാറ്റ ഷോറൂം വരെ പോയി സേലം. പിന്നെ ചാർജ് ചെയ്ത് അത് പിന്നെ ഒരു 1 hour 20 minutes എടുത്തു. അങ്ങനെ കുറച്ച് അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്പോൾ തന്നെ 2 മണിക്കൂർ 20 മിനിറ്റായി നമ്മുടെ യാത്രയിൽ പോയി കഴിഞ്ഞു അല്ലേ? അത് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പോയതാണ്, ഫാമിലി ആയിട്ടൊന്നും അത് നടക്കില്ല. എന്തായാലും 2-3 കാര്യങ്ങൾ പരിഹരിക്കണം. ഒന്ന്, ഈ പറഞ്ഞ പോലെ റേഞ്ച് ആങ്സൈറ്റി കുറയുന്ന രീതിയിൽ റേഞ്ച് വേണം. 2, എല്ലാ ചാർജിങ് സ്റ്റേഷൻസും വർക്ക് ചെയ്യണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പക്ഷേ അത് കുറച്ചും കൂടി എല്ലാം 1-1.5 വർഷം കൂടെ എല്ലാം സ്ട്രീംലൈൻഡ് ആവും. അപ്പോൾ എന്നാലും വളരെ സന്തോഷം അന്തു. അപ്പോൾ ഇനി പുതിയ BMW നമ്മൾ കണ്ടുകൊണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. മോളോട് അന്വേഷണം പറയും കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യൻ റോഡുകൾ അപൂർവമായിട്ട് കാണുന്ന ഒരു വാഹനത്തിൻ്റെ ഉടമയാണ്. അപൂർവമായിട്ട് കാണുന്ന ഈ വാഹനം മോശമായതുകൊണ്ടല്ല, 2 കാര്യങ്ങൾ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, ഒരു എക്സൈറ്റിംഗ് ഡിസൈൻ അല്ല. 2, വില അല്പം കൂടുതലായിരുന്നു. ടൊയോട്ടയുടെ വാഹനങ്ങളെല്ലാം ഇന്ത്യയിൽ വിജയിക്കാറുണ്ടെങ്കിൽ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ വാഹനം വിജയിക്കാതെ പോയെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, പേര്? നോയൽ. എന്ത് ചെയ്യുന്നു? ഞാൻ IT ഇൻഫോ പാർക്കിൽ. ഇവിടെ എറണാകുളംകാരനാണോ? അല്ലല്ല, ഞാൻ പാലക്കാട്. ശരി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 കാരണങ്ങളാണോ ഇത് വിജയിക്കാതെ പോയതിൻ്റെ പിന്നിലുള്ളത്? മെയിൻ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് വില അത്രയും കൂടുതലായിരുന്നു. പിന്നെ ഡിസൈൻ വൈസ് അത്ര അഗ്രസീവ് ആവാത്തത് കൊണ്ടും അത് അത്ര ഹിറ്റായില്ല. പിന്നെ പവർ നോക്കുമ്പോഴും സിറ്റിയും പറഞ്ഞതിനെക്കാട്ടിലും കുറച്ചും കൂടി കുറവാണ്. അപ്പോൾ നോലെടുത്ത് എത്ര കാലമായി? ഞാനിപ്പോൾ എടുത്തിട്ട് ഞാൻ സെക്കൻഡ്സ് എടുത്തു. ഞാനൊരു 5 മാസം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ സെറ്റ് ബാക്ക് ഉണ്ടെന്ന് അറിയാമായിരുന്നിട്ട് എടുത്ത്? എന്തുകൊണ്ടാണ് അത്? ഒന്ന്, സെക്കൻഡ്സിന് വില ഭയങ്കര കുറവാണ് യാരിസ്. ഹോണ്ട സിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ യാരിസ് നിർത്തിയ വണ്ടി ആയതുകൊണ്ടും കുറച്ച് കുറവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി 7 എയർ ബാഗ് വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ബാക്കിയുള്ള വണ്ടികളെക്കാട്ടും കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ NVH ലെവൽസ് ഒക്കെ ഭയങ്കര കുറവാണ്. അതായത് ഉള്ളിലേക്ക് ശബ്ദം വളരെ കുറവാണ് ബാക്കിയുള്ള വണ്ടികളാണ്. പിന്നെ ഇതിന് സ്റ്റെബിലൈസർ ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലി മാൻ എന്ന നിലയിൽ ഇത് നല്ലൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നി. എന്താണെങ്കിലും ഒരു കുറവ് തോന്നുന്നത്? കുറവ് ഞാൻ നോക്കുമ്പോൾ ബാക്കി എനിക്ക് മുമ്പ് റിറ്റ്സ് ഡീസലായിരുന്നു. അപ്പോൾ അതിൻ്റെ പവർ ഇതിൻ്റെ പവർ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ മൈലേജ്, റിറ്റ്സ് ഡീസലിൻ്റെ മൈലേജ് ഇതിന് എന്തായാലും കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഒരു പോയിണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ഹൈവേയിൽ ഒരു 19 ഒക്കെ കിട്ടി, 19.5 ഒക്കെ കിട്ടി. നോർമൽ ഒരു ഇതിപ്പോൾ 6 ഗിയറുള്ളതുകൊണ്ട് ഒരു 100-110 ക്രൂസ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ 2000 RPM-ത്തിലൊക്കെ വരുള്ളൂ. അപ്പം അങ്ങനെ മര്യാദയ്ക്ക് ഡീസൻറ്റ് ഡ്രൈവിംഗ് ആണെങ്കിൽ നമുക്കൊരു 19-19.5 ആ റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട് സിറ്റിയിൽ. പക്ഷേ സിറ്റിയിൽ കുറവാണ്. സിറ്റിയിൽ 12 ആ റേഞ്ച്. ബാംഗ്ലൂർ സിറ്റി ആണെങ്കിൽ 10 ആവും. ഇവിടത്തേക്ക് 12 ആ റേഞ്ച് കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെന്റിലെ വണ്ടിക്ക് ഏതിനാ 12 കൂടുതൽ സിറ്റി അല്ലേ? അങ്ങനെ പറയുമ്പോൾ ആ ഒരു വലിയ പ്രശ്നം കണക്കാക്കാനില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു ആള് ഭാര്യയെ പാമ്പിനെ വിട്ട് കടിപ്പിച്ചതെന്ന് വെച്ചാൽ ഇത് സ്ത്രീധനമായിട്ട് കിട്ടി, ഇതിന് മൈലേജ് കുറവാണെന്നും പറഞ്ഞാണ് അങ്ങനെ ചെയ്തതെന്നാണ് ചുമ്മാ പറയുന്നതായിരിക്കും. എന്തായാലും സംശയമില്ല, അതൊന്നും ആയിരിക്കില്ല യഥാർത്ഥ മോട്ടീവ്. മുമ്പ് ഒരു റിവ്യൂവിൽ ഞാൻ കണ്ടു ഇങ്ങനെ ആൾക്കാർ യാരിസുള്ള ആൾക്കാരെടുത്ത് പോലീസ് വന്ന് ഇതിനൊക്കെ എന്ത് മൈലേജ് കിട്ടും എന്ന് ചോദിച്ച അവസ്ഥ പോലും ഉണ്ട്. പക്ഷേ ഇപ്പോൾ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അത്ര വലിയ മൈലേജ് കുറവൊന്നുമില്ല. അണ്ടർ പവർഡ് ആയിട്ട് ശരിക്കും തോന്നുന്നുണ്ട്. അണ്ടർ പവർഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ഡീസൽ വണ്ടി ഓടിച്ചത് കൊണ്ടായിരിക്കും കുറേയൊക്കെ നമുക്ക് തോന്നുന്നത്. പക്ഷേ ഒരു ലീനിയർ ലെവലിൽ സാധാരണ പെട്രോൾ കാർ അങ്ങനെയാണല്ലോ, ടെർബോ ഇല്ലാത്തതുകൊണ്ട് ഒരു ലീനിയർ ലെവലിൽ നന്നായിട്ട് കയറി പോകുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു 6 ഗിയറിൽ 130-140 ഒന്നും പോലും നല്ല സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അറിയൊന്നുമില്ല. എന്തായാലും ടൊയോട്ടയുടെ അതാണ് എല്ലാവരും പറഞ്ഞത്. ടൊയോട്ട അതുകൊണ്ട് വിശ്വസിച്ചെടുക്കാൻ പറ്റും. വേറെ റിലയബിലിറ്റി ഇഷ്യൂസ് ഒന്നും ഒരിക്കലും വരില്ല. ഓടിക്കോളും. ഇത് ഏത് മോഡലാണ് ഇപ്പോൾ? ഇതിപ്പോൾ 2019 കിട്ടിയത്. ഇത് ഒരു 7.4. അത് സിറ്റി ആണെങ്കിൽ എത്ര രൂപ? സിറ്റി ആണെങ്കിൽ ഞാൻ കുറേ നോക്കി. ഞാൻ സിറ്റി ആണ് എൻ്റെ വീട്ടിൽ
സിറ്റിയാണ് അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സിറ്റി എനിക്ക് താല്പര്യമുള്ള വണ്ടിയായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലും കിട്ടുന്നത്. 10 മുകളിൽ പോകുമോ? 10ന്റെ മുകളിൽ ഒരു 9.5 റേഞ്ച്. ഇപ്പം 2019 35,000 കിലോമീറ്റർ ഓടിയ വണ്ടി മിക്കവാറും ഒരു 9 ആ റേഞ്ചിലൊക്കെ കിട്ടുള്ളൂ. ഇത് എത്ര ഓടിയതായിരുന്നു? ഇത് ഏകദേശം 34. അത്രേ ഉള്ളൂ. സിംഗിൾ ഓണർ ആയിരുന്നു. സിംഗിൾ ഓണർ എറണാകുളത്ത് ആരും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരാൾ സെക്കൻഡ് ഹാൻഡ് യാരിസ് എടുക്കാൻ തീരുമാനിച്ചാൽ സജസ്റ്റ് ചെയ്യുമോ? സജസ്റ്റ് ചെയ്യും ഒരിക്കൽ. കാരണം സിറ്റീനെക്കാട്ടിൽ എന്തായാലും നമുക്ക് വില കുറഞ്ഞ് കിട്ടും. പിന്നെ റിലയബിലിറ്റിയും അതൊക്കെ ആയിട്ട് നല്ലതാണ്. കാണാനൊരു ഇതില്ല, പക്ഷെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ മറ്റേ സിറ്റീനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലതായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്, പിന്നെ ഉള്ളിൽ കംഫർട്ട് ലെവൽ, കുലുക്കൊക്കെ കുറവാണ്. കാരണം അച്ഛന് ഇത് ഓടിച്ചു നോക്കി. അച്ഛന് ഞാൻ വണ്ടി മേടിച്ചപ്പോൾ അച്ഛൻ ഓടിച്ചു നോക്കിയിട്ട് സിറ്റീനെക്കാട്ടിലും എന്താ പറയുക, അച്ഛൻ്റെ കുറച്ച് പഴയ വണ്ടിയാണ്. 2012 മോഡലാണ്. 2000 കുറച്ച് പുതിയതായതിൻ്റെ ഇതുണ്ടാവും. എന്നാലും കുറച്ചും കൂടിയും ഇതാണ്. കാരണം ഇതിന് സ്റ്റെബിലിറ്റി കൺട്രോളൊക്കെ ഉണ്ട്. ഇതിന് ഷോക്ക് ഓബ്സറിന് സ്റ്റെബിലൈസറൊക്കെ വെച്ചിട്ടുള്ള ഷോക്ക് ഓബ്സറാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 7 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ ഒരു പുതിയ വണ്ടി വാങ്ങിക്കരുതായിരുന്നു. എന്തുകൊണ്ടാണ് പിന്നെ സെക്കൻഡ് പുതിയ വണ്ടി ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രോൺസ്, ബലേനോ അങ്ങനത്തെ വണ്ടികൾ നോക്കി. പിന്നെ അതെങ്ങനെയായാലും നമ്മളൊരു ഓപ്ഷൻ, ഒരു നല്ലൊരു വണ്ടി എടുക്കണമെങ്കിൽ ഫുൾ ഓപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ താഴത്തെ കാണുമ്പോൾ ഒരു 10 ലക്ഷം ആ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ വെച്ച് സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ നമുക്ക് ഒരു പ്രീമിയം സെഡാനായി. പിന്നെ ഇപ്പോൾ എനിക്ക് കൊച്ചൊക്കെ ആയപ്പോൾ സാധനങ്ങൾ ഇവർ ബാക്കിലിരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് റിറ്റ്സ് മാറ്റിയത്. റിറ്റ്സ് എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്തൊരു വണ്ടിയായിരുന്നു. പക്ഷെ അത് 1 ലക്ഷം കിലോമീറ്റർ ആയി. പിന്നെ ബാക്കിൽ ഇവരിയ്ക്കുമ്പോൾ മറ്റേ ബൂട്ട് സ്പേസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സെഡാനിക്ക് ഒരു അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഒരു സെഡാനിനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെഡാനിൽ ഇപ്പോൾ നല്ലൊരു വണ്ടി ഇരുന്ന് ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയത് വേണം. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, പുതിയത് എടുക്കണോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എടുക്കണോ എന്നുള്ളത്. പിന്നെ ഒരുവിധം കുഴപ്പമില്ലാത്തൊരു ഇത് വന്നപ്പോൾ ഞാൻ എടുത്തു. ഇലക്ട്രിക് കാർ നോക്കിയിട്ടുണ്ടോ? ഇലക്ട്രിക് കാർ നോക്കിയിട്ടില്ല. പക്ഷേ എന്താ വെച്ചാൽ അതിൻ്റെ റേഞ്ച് ഇപ്പം ഞാൻ പാലക്കാട് പോകുക അല്ലെങ്കിൽ ഒരു ലോങ് ട്രിപ്പ് ബാംഗ്ലൂർ പോകണമെങ്കിൽ അതിൻ്റെ ഒരു അത്ര പ്രാക്ടിക്കാലിറ്റി ആയിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട് നെറ്റ്സോൺ EV എടുത്തിട്ട് അവൻ ട്രിവാൻഡ്രം പോയി ഒരു കുറേ സമയം അത് ചാർജിങ്ങിന് വേണ്ടി ചിലവഴിച്ചു എന്നാണ്. അത് നമുക്കൊരു ഇപ്പോൾ കൊച്ചക്കായി പോകുമ്പോൾ അങ്ങനെ ചിലവഴിക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്താന്നുള്ളത്, ഇവനെ എങ്ങനെയും അവിടെ എത്തിക്കാന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്താണ് ഇത് ദീർഘകാലം ഉപയോഗിക്കാനാണോ പരിപാടി? ഇതെന്തായാലും ഒരു 4-5 കൊല്ലം ഇങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് ഒരു SUV ആ റേഞ്ചിലേക്ക് മാറാന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ പലരും ഫ്രണ്ട്സൊക്കെ ഇത് വാങ്ങിച്ചതെന്ന് ചോദിക്കാറുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷേ ടൊയോട്ട ആയതുകൊണ്ട് അങ്ങനെ ഒരു കൺസേൺ ഇതുവരെ വന്നിട്ടില്ല. കാരണം നമ്മൾ പുതിയത് 14 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലോ, സെക്കൻഡ്സ് മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറ്, ഒരു പ്രീമിയം ലക്ഷറി സെഡാൻ എന്നുള്ള രീതിയിൽ. പിന്നെ സർവീസിനെ പറ്റി ചോദിക്കേണ്ട കാര്യമേ ഇല്ല. വളരെ നോമിനൽ പൈസയൊക്കെ ആവുള്ളൂ ടൊയോട്ടയുടെ കാര്യത്തിൽ. അങ്ങനെ ടൊയോട്ട എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഉള്ള പൈസ അങ്ങ് വാങ്ങിക്കും. വണ്ടിയുടെ വില അതുപോലെ കൂടുതലായിരിക്കും. പിന്നെ സർവീസ് കോസ്റ്റ് കുറവാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആദ്യമേ അങ്ങ് പൈസ വാങ്ങിക്കും. അതാണ് സാറിന് ടൊയോട്ട ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യക്കാർ ശ്രദ്ധിക്കാതെ പോയ ചില വാഹനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മോഡലായിട്ടാണ് ഇതിനെ കരുതേണ്ടത്. പക്ഷേ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന വളരെ വില കുറഞ്ഞ എറ്റിയോസോ ലിവയുടെ ഒക്കെ മുൻഭാഗം പോലെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ അല്ലേ ഈ ഡിസൈനൊക്കെ. അതൊക്കെ കുറച്ച് മാറ്റി ഒന്ന് അഗ്രസീവ് ആക്കിയിരുന്നെങ്കിൽ നന്നായിട്ട് വിട്ടുപോകേണ്ട ഒരു വാഹനമാണ്. കാരണം ടൊയോട്ടയുടെ ആദ്യത്തെ ഏറ്റവും ഒരു മെയിൻ ആയിട്ട് പറയാവുന്ന സെഡാനാണിത്. സാധാരണക്കാരിലേക്ക് എത്തിയ ആദ്യത്തെ സെഡാൻ. പക്ഷേ അത് അത്രയധികം രക്ഷപ്പെട്ടു പോയില്ല. അപ്പോൾ എന്തായാലും നോല, താങ്ക് യു സോ മച്ച് ഇത്രയധികം ഈ പറഞ്ഞ ഇൻസൈറ്റ്സ് തന്നതിന്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു വാഹനം സെക്കൻഡ് ഹാൻഡായിട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് തന്നെയാണ് നോല അഭിപ്രായപ്പെട്ടത്. അത്രയും അധികം ഡ്യൂറബിലിറ്റി 100% ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ണിയാർ, സ്ക്രിപ്റ്ററേറ്റർ ഉണ്ണിയാർ ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ണിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ആകെ ഒരു പ്രശ്നം ഇതാണ്, പോലീസുകാർ വന്നിട്ട് കൊലക്കേസ് വെച്ചിട്ടൊന്ന് ചോദിക്കാറുണ്ട് മൈലേജ് എങ്ങനെയുണ്ട്. അത് മാത്രം അവൻ നമ്മുടെ ഒരു ഇൻ്റർവ്യൂ പറയുകയും ചെയ്തു. അപ്പോൾ എന്തായാലും താങ്ക് യു. ശരി, താങ്ക് യു. ഈ മാറ്റ് ഫിനിഷുള്ള വെൻഡോ അധികം കാണാറില്ല. പക്ഷേ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാറ്റ് ഫിനിഷുള്ള വെൻഡോ TSAയുടെ ഓണറിനെയാണ്. നമസ്കാരം, ജയൻ അല്ലേ? എന്ത് ചെയ്യുന്നു? ഞാൻ IT-യിലാണ്. ഇവിടെ തന്നെ കൊച്ചിക്കാരനാണോ? അല്ല, കൊച്ചിക്കാരനല്ല, തിരുവല്ലാമല. ശരി. പുനർദിനിയൊക്കെ നൂഴുന്ന സ്ഥലം അല്ലേ? ഓക്കെ, അവിടുത്തെ. അപ്പോൾ ഇവിടെ താമസം? ഇവിടെ സീപോർട്ട് എയർപോർട്ട് റോഡ് അവിടെയാണ്. ഇപ്പോൾ വർഷങ്ങളായോ വണ്ടി എടുത്തിട്ട്? 2000 പരിചയപ്പെട്ടില്ല കേട്ടോ, പേര് ചോദിച്ചില്ല. സ്വതി IT തന്നെ? ശരി, ഓക്കെ. എത്ര കാലം എടുത്തിട്ട്? 2021. എന്തുകൊണ്ടാണ് ഈ വണ്ടി സെലക്ട് ചെയ്യാൻ ഒരു കാരണം? കാരണം ഫോക്സ്വാഗണെ പറ്റി പലപ്പോഴും സർവീസ് കോസ്റ്റ് കൂടുതലാണെന്നൊക്കെ ഒരു പരാതിയുള്ള ഒരു കാലത്ത് എന്തുകൊണ്ട് വാങ്ങിച്ചത്? ആക്ച്വലി ഇതിന്റെ തൈകുണ്ട് ലോഞ്ചിന് പോയ സമയത്ത് ഇത് കണ്ടപ്പോൾ ഈ കളർ അപ്പം ഇറങ്ങിയ സമയത്താണ്. ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നു. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെയാണ് ബുക്ക് ചെയ്ത് ശരി, അങ്ങനെ പോയത്.
അപ്പോൾ ഇത്തരം ആശങ്കകളൊന്നും തോന്നിയില്ല, ഫോക്സ് വാഗൺ ആണ് മെയിൻ? ഇല്ല, എനിക്ക് വോക്സ് വാഗൺ അല്ലെങ്കിൽ സ്കോഡ അതിൽ തന്നെ യൂറോപ്യൻ വണ്ടി എടുക്കണം എന്നായിരുന്നു താല്പര്യം പണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഏതാ ഉപയോഗിച്ചിരുന്നത്? ഇല്ല, അതിന് മുമ്പ് വണ്ടി ഫസ്റ്റാണ്. ശരി. എന്നിട്ട് എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഒരാൾ വെൻഡോ എടുക്കാൻ തീരുമാനിച്ച് ചോദിച്ചാൽ സജസ്റ്റ് ചെയ്യുമോ? സജസ്റ്റ് ചെയ്യും. എന്തൊക്കെയാണ് അതിനുള്ള കാരണം എന്തായിരിക്കും? നല്ല കംഫർട്ടബിൾ ആണ് ഓടിക്കാൻ. ഇത് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ പിന്നെ സിറ്റി ട്രാഫിക്കിലും എല്ലാത്തിലും ഓടിക്കാൻ നല്ല മറ്റേ സ്റ്റിയറിങ്, നമ്മുടെ കൺട്രോള് എല്ലാം നല്ല നല്ല കംഫർട്ടബിൾ. കുറേ ദൂരമൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. മുന്നാർ പോയിട്ടുണ്ട്, ഇവിടെ കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. വയനാട് ആ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട്, കോയമ്പത്തൂർ പോയിട്ടുണ്ട്. ഇത് പക്ഷേ ആ 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണല്ലോ ഇതിൽ? അല്ല, ഇത് ടോർക്ക് കൺവെർട്ടർ വന്നു കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എങ്ങനെയുണ്ട് ഗിയർ ബോക്സ്? നല്ല ഗിയർ ബോക്സ് ആണ്. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ വിചാരിച്ചു ടോർക്ക് കൺവെർട്ടർ ആയതുകൊണ്ട് എന്തെങ്കിലും ജേർക്ക് ഉണ്ടാവും. ഇല്ല, ഭയങ്കര മിനിമൽ, ഫീൽ ആവില്ല. അത് നല്ലൊരു ഇതായിരുന്നു. ഈ ടോർക്ക് കൺവെർട്ടറിന് പ്രധാന പ്രശ്നമായിട്ട് പറയുന്നത് മൈലേജ് കുറവാണെന്നുള്ളത്. ഇതിൻ്റെ കാര്യത്തിൽ എങ്ങനെയുണ്ട് മൈലേജ്? ഇത് സിറ്റിയിൽ ഒരു 10 കിലോമീറ്റേഴ്സ് കിട്ടും. പക്ഷേ നമ്മൾ പുറത്തൊക്കെ പോവാണെങ്കിൽ ഒരു എനിക്ക് 18, 19, 20 വരെയൊക്കെ കിട്ടും. നാട്ടിൽ പോകാനാണെങ്കിൽ നല്ല മൈലേജ്. ലോങ് ഡ്രൈവിന് നല്ല മൈലേജ്. എത്ര കിലോമീറ്റർ ഓടിക്കാണോ ഇപ്പോൾ? ഇപ്പോൾ ഒരു 16 ആവും. അപ്പോൾ സർവീസ് കഴിഞ്ഞു? സർവീസ് കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു സർവീസ്? ഞാൻ പാക്കേജ് എടുത്തായിരുന്നു. അത് 3 സർവീസിന് 35,000 3 years അങ്ങനെയായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ട് നല്ല ഇവിടെ EVM ചേരലിലൂടെ നല്ല സർവീസിങ്. ഇപ്പം ഈ വണ്ടി ഇല്ലല്ലോ? ഇപ്പം ഇല്ല, ഇത് ലാസ്റ്റ് ആയിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് വെച്ചസ് ഇറങ്ങിയത്. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയോ? കാരണം നമ്മൾ വാങ്ങിച്ചൊരു വണ്ടി നിന്നുപോയി പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ. അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാനും കിട്ടില്ലല്ലോ. ശരി. അപ്പോൾ ശ്രുതിയുടെയും കൂടെ ഒരു താല്പര്യമായിരുന്നോ ഈ ഒരു മാറ്റ് ഫിനിഷ്? ആണല്ലേ? പിന്നെ അവിടെ പോയപ്പോ ആണ് ഇത് ബ്ലാക്ക് മാറ്റ് കണ്ടപ്പോ പിന്നെ ലിമിറ്റഡ് ആണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് കണ്ടപ്പോൾ ഞാൻ വേഗം വിളിച്ചു, ഇതെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. ചിലപ്പോൾ ബ്ലാക്ക് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട് എടുക്കാൻ. അപ്പോൾ പിന്നെ എങ്കിലും ഇത് കണ്ടു കഴിഞ്ഞിട്ട് വെർച്ചസ് വന്നപ്പോൾ അത് കുറച്ചുകൂടി ഒരു സ്റ്റൈലിഷ് അല്ലേ, ഒരു കുറച്ചുകൂടി യൂറോപ്യൻ ലുക്കില്ലേ? ഉണ്ട്. പക്ഷേ ഐ എം സ്റ്റിൽ ഹാപ്പി. ആണല്ലേ? അതെ, ഞാനതാ ചോദിച്ചത്, പെയിന്റ് ചെയ്താണെന്ന് ഞാൻ ശ്രുതിയോട് ചോദിച്ചിരുന്നു. കാരണം പൊതുവെ ഇത് വെൻഡോയിൽ ഈ ഒരു മാറ്റ് ഫിനിഷ് അങ്ങനെ അധികം കണ്ടിട്ടില്ല ഞാനത്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇലക്ട്രിക് കാറുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ, ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് അത്ര ചാർജിങ് സ്റ്റേഷൻസും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ അവൈലബിൾ അപ്പം ഇറങ്ങിയത് ടാറ്റയുടെ ഒരു EV മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറേ EVs ഇറങ്ങിയിട്ടുണ്ട്. ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? കുഴപ്പമില്ല. കാരണം ഒരു പെട്രോൾ ഹെഡ് എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ അത്തരത്തിലുള്ള വണ്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാൻ ഞാൻ ചോദിച്ചത്. അതിൻ്റെ ഒരു ഒട്ടും ശബ്ദമില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ല, ആ ഫയറിങ് ആ ഒരു ഇത് മിസ് ചെയ്യാറുണ്ട്. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഉള്ള ഫയർ മിസ് ചെയ്യാറുണ്ട്. കുഴപ്പമില്ല. എങ്കിലും ഒരു ഭാവി എന്ന് പറയുന്ന ഇലക്ട്രിക് കാറുകളാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇനി ഇല്ല, എനിക്ക് തോന്നുന്നു ഹൈഡ്രജൻ ആയിരിക്കും. എൻ്റെ പേഴ്സണൽ ഇത് ഹൈഡ്രജൻ കാറേ വരുള്ളൂ. കാരണം ഇത്രയും കാറുകളെ റീപ്ലേസ് ചെയ്യാൻ EVക്ക് പറ്റും തോന്നുന്നില്ല. EV പ്ലസ് ഹൈഡ്രജൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഇപ്പോൾ ഓൾറെഡി ടൊയോട്ട ഇറക്കി കഴിഞ്ഞു ഹൈഡ്രജൻ എഞ്ചിൻ. സോ അത് ഇനിയും ട്യൂൺ ചെയ്ത് വരുവാണെങ്കിൽ അതായിരിക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ ശ്രുതി വണ്ടി ഓടിക്കില്ല എന്നാ പറഞ്ഞത്, എന്തുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാത്തത്? ഒരു തവണ 2-3 തവണ എടുത്തിട്ടുണ്ട്. തരാത്താണോ? അങ്ങനെയല്ല, 2-3 തവണ എടുത്തപ്പോ ഇതിന്റെ ആക്ച്വലി പവർ കുറച്ച് കൂടുതലാണ്. ഞാൻ ഇതിന്റെ മുന്നേ ഡ്രൈവിംഗ് പഠിച്ചത് വാഗനാറിലൊക്കെയാണ്. അപ്പൊ അത്ര പവർ ഇല്ല. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇതിന് പറഞ്ഞ് പോവും. അപ്പൊ അതിലേ എനിക്ക് പേടിയാവും. പക്ഷെ പിന്നെ അത്രയും പവർ പറഞ്ഞ ഒരു വണ്ടി കിട്ടാനില്ല. അതല്ല, ആ സമയത്ത് ഞാൻ പഠിച്ച സമയത്ത് പിന്നെ ഞാൻ ഇപ്പഴ ഇതാണ് എടുക്കുന്നത്. പിന്നെ 2-3 തവണ എടുത്തു. പിന്നെ കൂടെ ഇവ ഇങ്ങനെ ഇരിക്കുമ്പോ കൂടുതൽ ടെൻഷനാണ്. ലൈക്ക് അവന് ടെൻഷൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് ഓടിക്കും, കറക്റ്റായിട്ട് ഓടും. പാർക്കിങ്ങിലൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട്, ലൈക്ക് അതെനിക്ക് അറിയാത്തോണ്ട്. വണ്ടി എനിക്ക് ഡ്രൈവ് ചെയ്യാത്തൊരവസ്ഥയിലുള്ള കംഫർട്ട് അങ്ങനെ ഉണ്ട്. അതാണ്, ഞാൻ എപ്പോഴും സൈഡ് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല കംഫർട്ടബിൾ ആണ്. കാരണം നമ്മളിപ്പോൾ ലോങ് ഡ്രൈവ് മൂന്നാർ, വയനാട്, പിന്നെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും അത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ ടയേർഡ് ആവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ക്ഷീണം തോന്നാറില്ല. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഓടിക്കാൻ പരിപാടി ഇല്ലേ? അനുവദിക്കോ? ഓ, സമ്മതിക്കായല്ല, പക്ഷെ ഞാൻ ഓടിക്കുമ്പോ അവനൊരു ടെൻഷനുണ്ട്. അതും ഇപ്പൊ ഞാൻ പിന്നെ ആലോചിക്കുകയാണ്, വേറെ വണ്ടിയിൽ ട്രൈ ചെയ്തിട്ട് വന്നാൽ മതിയോ, പിന്നെയും പെട്ടെന്ന് ഇത് എടുക്കുകയാണെങ്കിൽ. അല്ല, ഇത് വേറൊരു കാര്യം വെച്ചാൽ ഇപ്പം വാഗണാറിലൊക്കെ പഠിച്ചെങ്കിലും അത്തരം വണ്ടികളുടെ ഒരു എന്താ പറയുക DNA അല്ല ഇതിന്. അല്ല, ഇത് കൂടുതൽ പവർഫുൾ ആണ്, കൂടുതൽ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഇത് ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ രസവും സുഖമൊക്കെ ഉണ്ടാവും. സുഖമുണ്ട്. ഓടിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പെട്ടെന്ന് എടുക്കുമ്പോഴേ ആ ഒരു ഇത്
ബാക്കി എല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ആദ്യകാലത്തൊക്കെ എല്ലാവരുടെയും പ്രശ്നം ഫോക്സ്വാഗണിൻ്റെ സ്കോഡയും രണ്ടിൻ്റെ സർവീസ് കോസ്റ്റ് ആയിരുന്നു. പക്ഷേ കുറേ പാക്കേജുകൾ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇനി പാക്കേജ് തീർന്നു കഴിയുമ്പോൾ വീണ്ടും മനസ്സമാധാനം കുറയുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു രീതി ഫോക്സ്വാഗൺ. ഇപ്പോൾ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പഴയ ഫോക്സ്വാഗൺ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തത് അതാണ്. പഴയ വണ്ടിയാകുമ്പോൾ പാക്കേജ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അത് ഇതിൻ്റെ ബിൽ ക്വാളിറ്റി വെച്ചിട്ടാണ് അത്രയും മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് പരാതി പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും സന്തോഷം സംസാരിച്ചതിൽ. അപ്പോൾ എന്തായാലും ഓടിക്കണം കേട്ടോ, സ്ഥിരമായിട്ട്. ഇനി കാണുമ്പം ശ്രുതി ഓടിക്കുകയും സൈഡിൽ ഇരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫെയർ അവസാനിക്കുമ്പോൾ നിങ്ങളെ ഓർപ്പിക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, 55,555 രൂപയ്ക്ക് 5 ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി ടൂർ മാക്സ് നൽകുന്നൊരു പാക്കേജാണ്. അതുകൂടാതെ നിങ്ങളൊരാൾക്ക് നറുക്കിട്ട് തായ്ലൻഡിൽ പോകാനുള്ള ഒരു സൗജന്യ സമ്മാനവും കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. മറ്റൊരു കാര്യമുള്ളത് കമൻറ്റ് ഓഫ് ദ വീക്കാണ്. റോഷോ എന്ന ഡീറ്റെയിലിംഗ് സെൻ്ററാണ് നമ്മളോടൊപ്പം ചേർന്നിട്ട് നിങ്ങൾക്കായിട്ട് 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത് ആഴ്ചയിൽ ഒരിക്കൽ. റോഷോയെ പറ്റി പറയുകയാണെങ്കിൽ റോഷോ എറണാകുളത്തെ ഏറ്റവും പ്രമുഖമായ ഒരു ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. എൻ്റെ BMW അവിടെയാണ് റാപ്പ് ചെയ്തത്. അപ്പോൾ റാപ്പിങ്, അതുപോലെ തന്നെ ഗ്രാഫീൻ കോട്ടിങ്, PPF, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇൻറ്റീരിയർ ക്ലീനിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും, ഇൻറ്റീരിയർ ക്ലീനിങ് അല്ല കേട്ടോ, ഡീറ്റെയിലിംഗ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്തിരുന്ന സ്ഥാപനമാണ് റോഷോ. അപ്പോൾ റോഷോ ഇവിടെ കാക്കനാട് മാവേലിപുരത്താണുള്ളത്. അപ്പോൾ റോഷോ ആണ് നമ്മളൊപ്പം ചേർന്ന് 2000 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിൽ വയ്ക്കുക. അപ്പോൾ റാപ്പിഡ് ഫെയർ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.